Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Good afternoon, madam. Okay. ക്രിസ്മസ് ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അടിച്ചുപൊളിച്ച്. ഓക്കെ. നല്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് മോർച്ചറി എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതില് നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് കഴിഞ്ഞു. ദെൻ പ്ലാനിങ്, പിന്നെ ഫങ്ഷണൽ ഏരിയാസ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇത്രയും പേരല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓക്കെ, ഒന്ന് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് മോർച്ചറി അല്ലെ? ടൈപ്സ് ഓഫ് മോർച്ചറി മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇത് എല്ലാവരും മറന്ന് ഓക്കെ, മറന്നിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ഓഫ് മോർച്ചറി മുതലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് 3 ടൈപ്പ് മോർച്ചറീസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വന്നത് വെയിറ്റിംഗ് മോർച്ചറി ആണ്. സെക്കൻഡ് ഹോസ്പിറ്റൽ മോർച്ചറി ആണ്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മോർച്ചറീസിനെയാണ് ഹോസ്പിറ്റൽ മോർച്ചറീസ് എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ്. എന്നെ കാണാൻ പറ്റുന്നില്ലേ? അത് ക്ലാസ് റൂമില് കാണാലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിത് പറഞ്ഞത് വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, ദെൻ പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി എന്ന് വെച്ചാൽ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന മോർച്ചറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് വെയിറ്റിംഗ് മോർച്ചറി ആണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? ശ്രദ്ധിക്കുക എല്ലാവരും. ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് മുമ്പ് ആൾക്കാർക്ക് പേടി ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുന്നതിന് മുമ്പ്, എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡൊക്കെ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇതൊക്കെ വരുന്നതിന് മുമ്പ്, ഈ നമ്മുടെ ഇത്രയും മെഡിക്കൽ ഫീൽഡ് ഒക്കെ ഇത്രയും എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്ങാനും എന്നെ ജീവനോടെ എന്ത് ചെയ്യും, അടക്കം ചെയ്താലോ, അല്ലെങ്കിൽ എന്നെ ജീവനോട് അടക്കം ചെയ്താലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഏത് മോർച്ചറി ഡെവലപ്പ് ചെയ്തത്? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. വെയിറ്റിംഗ് മോർച്ചറി എന്നത് മരണപ്പെട്ട വ്യക്തികൾ യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്നതിന് ആയി പ്രത്യേകം ആസൂത്രണം ചെയ്യപ്പെട്ടൊരു മോർച്ചറി കെട്ടിടമായിരുന്നു ഇത് വെയിറ്റിംഗ് മോർച്ചറി. സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്, ഒരു മോർച്ചറി പ്ലേസ് ആയിരുന്നു ഇത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള ആധുനിക രീതികൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് നാൾക്ക് മുമ്പുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു, തങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുമോ എന്ന് അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? ഭയപ്പെട്ടിരുന്നു. അത്തരം ഭയങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈയിടെ മരിച്ചവരെ കാത്തിരിപ്പ് മോർച്ചറികളിലേക്ക് കുറച്ച് ടൈമിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ടൈമിലേക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് മാറ്റും. അടക്കം ചെയ്യുന്നതിന് മുമ്പ് മൃതദേഹങ്ങൾ ഭാഗികമായിട്ടൊന്ന് അഴുകാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാനായിട്ട്, ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കും. കാരണം മരണം സംഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വേണം. അപ്പൊ അതുകൊണ്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം, അതേപോലെ തന്നെ അവിടെ ഉള്ള സ്റ്റാഫുകൾ ഒബ്സർവ് ചെയ്യും. ഇനിയിപ്പോ ഈ മരണപ്പെട്ട വ്യക്തി ശരിക്കും മരണപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ, ആക്ച്വലായിട്ട് ആള് മരണം സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ആളുടെ ഹാർട്ട് ബീറ്റും അതേപോലെ തന്നെ എന്താണ് ബ്രീത്തൊക്കെ നിലച്ചു, എന്നിട്ട് പോലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ റെയർ ആയിട്ട് അങ്ങനെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും.
അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മരണം സംഭവിച്ച വ്യക്തി പൂർണ്ണമായും മരണം സംഭവിച്ചെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഏത് മോർച്ചറി ഉണ്ടായിരുന്നത്, വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ഒരുപാട് നാൾ മുമ്പ് ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റ് ആണ്. അന്നത്തെ ആൾക്കാർക്ക് പേടിയായിരുന്നു നമ്മളെ ജീവനോടെ കുഴിച്ചു മൂടോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യോ എന്നുള്ള ഭയം കൊണ്ടാണ് അവര് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അങ്ങനത്തെ മോർച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഒത്തിരി റെയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത് വെയിറ്റിംഗ് മോർച്ചറി എന്നുള്ളത് കേട്ടോ. എ വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് planned specifically for the purpose of affirming that deceased persons are truly dead. നമ്മൾ മരണം സംഭവിച്ച ആള് ശരിക്കും മരണം സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി പ്ലാൻഡ് ആയിട്ടുള്ള ബിൽഡിംഗിലേക്ക് ഈ മരണപ്പെട്ട ആളുടെ ബോഡി എന്ത് ചെയ്യും, മാറ്റിവെക്കും. ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈങ് ഡെത്ത്. നമ്മൾ എന്താ പറയാ, ഇപ്പോഴത്തെ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആധുനിക രീതികൾക്കൊക്കെ മുമ്പായിരുന്നു ഇങ്ങനെ ആൾക്കാർക്ക് എന്തായിരുന്നു, പീപ്പിൾസ് ഫിയർഡ് ദാറ്റ് ദേ വുഡ് ബി ബ്രോട്ട് അലൈവ്. അവരെന്ത് ചെയ്യും, ജീവനോടെ കുഴിച്ചു മൂടോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഈ കൺസെപ്റ്റ് ഡെറൈവ് ചെയ്തത്. ടു ലെസൺ സച്ച് ഫിയർ, അങ്ങനത്തെ പേടികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദ ലേറ്റർലി ഡിസീസ്ഡ് വെയർ ഹൗസ് ഫോർ എ ടൈം ഇൻ വെയിറ്റിംഗ് മോർച്ചറി. കുറച്ച് സമയത്തേക്ക് വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ വ്യക്തിനെ, മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തിനെ നമ്മൾ മാറ്റും. വേർ ദ അറ്റൻഡന്റ് വുഡ് വാച്ച് ഫോർ ദ സയൻസ് ഓഫ് ലൈഫ്. അവിടുത്തെ അറ്റൻഡന്റ് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന് ജീവനുണ്ടോ, ജീവന്റെ സയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വാച്ച് ചെയ്യും. ദ ക്രോപ്സ് ഡെഡ് ബോഡി ആണ്, വുഡ് ബി അലൗഡ് ടു ഡികമ്പോസ് പാർട്ട്ലി പ്രയർ ടു ബ്രൂസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അടക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ആ വ്യക്തിയില് ജീവന്റെ ഒരു എന്തില്ല എന്ന് ഉറപ്പുവരുത്തും, ഒരു ലക്ഷണവും ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം. BUR എന്നിട്ട് എഡിറ്റ് ചെയ്തേക്ക്. ഇത്രയുമാണ് വെയിറ്റിംഗ് മോർച്ചറിയുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് അവർ പറയണേ കേട്ടോ. മുമ്പത്തെ ഒരു കൺസെപ്റ്റ് ആണ്, മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്ന മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. നമ്മളിപ്പോ കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനോട് ചേർന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള മോർച്ചറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. A hospital mortuary situated within a hospital. ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തായിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോട് ചേർന്നായിരിക്കും എന്ത്, ഹോസ്പിറ്റൽ മോർച്ചറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓർ എ കെയർ സെന്റേഴ്സ്, ഈ പ്രായമായവരൊക്കെ നോക്കുന്ന കെയർ സെന്റേഴ്സ്, അല്ലെങ്കിൽ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, അഭയ കേന്ദ്രങ്ങള്. ഓർ റിട്ടയർഡ് ഹോംസ്, ഇതിനോട് അടുത്തായിട്ടായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റൽ മോർച്ചറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് എംപ്ലോയീസ് salaried persons are called mortuary disinfection service agents. അപ്പൊ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതിന്റെ ആവശ്യമില്ല. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് നോക്കിയിട്ട് ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതിന്റെ ആവശ്യമില്ല കേട്ടോ. നമ്മള് ഈ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സാലറീഡ് പേഴ്സൺസ്, ജോലിക്ക് നിർത്തിയിരിക്കുന്ന ആൾക്കാര്, സാലറീഡ് പേഴ്സൺസിനെയാണ് നമ്മൾ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജൻസ് എന്നും അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്നും പറയുന്നത്. നമ്മള് മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന വ്യക്തികള്, സാലറീഡ് പേഴ്സൺസിന് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. ഒറ്റ സെന്റൻസ് ആണ്, അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യുക. അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്നും കൂടി പറയാറുണ്ട്. The hospital mortuary are the part of hospital service. നമ്മുടെ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്, മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ സർവീസ് പോലെ തന്നെ ഒന്നാണ് അവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്ന മോർച്ചറി ഫെസിലിറ്റി എന്ന് പറയുന്നത്. Hospital mortuary are the parts of hospital service. Hospital mortuary may be delegate as an autopsy site for forensic purpose. നമ്മൾ ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ചുമതലപ്പെടുത്തുന്നുണ്ട് ഓട്ടോപ്സി സൈറ്റ് ആയിട്ട്.
ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ആയിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റൽ മോർച്ചറി ആക്ട് ചെയ്യാറുണ്ട്. ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരണ കാരണം എന്താണെന്ന് കണ്ടെത്താനോ എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ എന്തെങ്കിലും അസ്വാഭാവികത ആ മരണത്തിൽ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോപ്സി ചെയ്യാറുണ്ട് എവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ. ഇൻ റൂറൽ ഏരിയ where there are no rural facilities nearby, അടക്കം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും അടുത്തില്ലെങ്കിൽ a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ എന്താണ് പറയാ നിയർ ബൈ അടുത്ത് വിറ്റിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയർ ബൈ സമീപത്ത് മരണം സംഭവിച്ചുള്ള വ്യക്തിയുടെ ഒരു എന്താ പറയാ അടക്കം ചെയ്യുന്നത് വരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ആ വ്യക്തിനെ നമ്മൾ മാറ്റാറുണ്ട്. അതിന് ചെറിയൊരു ഫീസും ആ ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ അത് ഈടാക്കാറുണ്ട്. ചെറിയൊരു ഫീസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഹോസ്പിറ്റൽ മോർച്ചറി ഫെസിലിറ്റീസ് പുറത്തുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി ആണ് രണ്ടാമത് നോക്കിയത്. ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഒരു കെയർ സെന്ററിനോടോ ഹോസ്പിറ്റലിനോടോ റിട്ടയർ ഹോമിനോടോ ചേർന്നാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ജോലിക്ക് നിർത്തുന്ന പേഴ്സൺസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ തന്നെ എംപ്ലോയീസ് ആയിരിക്കും, സാലറീഡ് പേഴ്സൺസ് ആയിരിക്കും. മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജൻസ് എന്നോ അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്നാണ് അവർ പറയാറ്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി ചില സമയങ്ങളിൽ ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി നമ്മൾ എന്താ പറയാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിന്റെ അടുത്ത് മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അടക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടൈമിലേക്കാണെങ്കിൽ പോലും നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും പുറത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരും എത്തിപ്പെട്ടിട്ടില്ലെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ആ പേഴ്സണെ മാറ്റാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു ഫീ അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈടാക്കാറുണ്ട്. ഓക്കെ, ഇനിയാണ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും ഈ നമ്മളുടെ വെയിറ്റിംഗ് മോർച്ചറി ഹോസ്പിറ്റൽ മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കൺസെപ്റ്റ് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കരുത്. ഒരുപാട് നാള് പഴക്കം ചെന്നൊരു കൺസെപ്റ്റ് ആണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പഴയ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സ് ഒക്കെ മരണം സംഭവിച്ച വ്യക്തി പൂർണ്ണമായും മരണം സംഭവിച്ചു എന്ന് ഇന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. ഇന്ന് നമ്മൾ അത്രയും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ അന്ന് പണ്ട് കാലങ്ങളിൽ അത് അത്രയും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അന്നത്തെ ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കൺസെപ്റ്റ് കൊണ്ടുവന്നത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. വെയിറ്റിംഗ് മോർച്ചറി ഈ രണ്ട് മോർച്ചറിയും ഒന്ന് വായിച്ചു നോക്കിയേ. വെയിറ്റിംഗ് മോർച്ചറി ഹോസ്പിറ്റൽ മോർച്ചറിയും ഒന്ന് വായിച്ചു നോക്കിയേ. ഏതാണ് റസിയ ഒന്നുകൊണ്ട് പറയുന്നത്? വെയിറ്റിംഗ് മോർച്ചറി ആണോ ഹോസ്പിറ്റൽ മോർച്ചറി ആണോ മനസ്സിലാവാനത്? ഓക്കെ കേട്ടാ, ഞാനൊന്നുകൂടി പറയാം. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ബാക്കി ക്ലാസ്സിലുള്ളവരൊക്കെ മനസ്സിലായോ അവർക്ക്? അതെട്ടാ, അടക്കം ചെയ്യുക എന്നാണ്. ഓക്കെ, ഞാൻ ഇവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പറയണേ കേട്ടാ. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന കൺസെപ്റ്റ് മുമ്പ് ഒരുപാട് നാള് മുമ്പ് നിലനിന്നിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഏത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തികൾ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് കൺസെപ്റ്റ് കൊണ്ടുവന്നത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൊണ്ടുവന്ന് അവിടെ നമ്മൾ കുറച്ചു നേരം ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യും, അവർക്ക് വേറെ ജീവന്റെ ഒരു ലക്ഷണങ്ങളും ഇല്ല എന്ന് അവിടുത്തെ അറ്റൻഡന്റ് അത് ഒബ്സർവ് ചെയ്ത് അത് കൺഫേം ചെയ്യും.
ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള കാരണം വെച്ചാല് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആധുനിക രീതികളൊക്കെ നമ്മൾ മരണം സംഭവിച്ചു എന്നതിന് സ്ഥിരീകരിച്ചു എന്നതിനുള്ള ഈ ആധുനിക രീതികളൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് നാൾ മുമ്പ് നമ്മളൊക്കെ വ്യക്തികളെ ജീവനോടെ കുഴിച്ചു മൂടും അല്ലെങ്കിൽ അടക്കം ചെയ്യും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത്തരം ഭയങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ മരിച്ച വ്യക്തികളെ നമ്മൾ കുറച്ചു നേരം എന്ത് ചെയ്യും, കുറച്ചു നേരത്തേക്ക് നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യിപ്പിക്കും. അവര് ആ ഒരു ചടങ്ങൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് വെയിറ്റ് ചെയ്യിച്ച് ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിലെ അറ്റൻഡന്റിന് വാച്ച് ചെയ്യും ഇവരെ കറക്റ്റ് ആയിട്ട് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടോ, സൈൻ ഓഫ് ലൈഫ് എന്തെങ്കിലും ഉണ്ടോ, ജീവൻ ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൈൻ വല്ലതും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യും. ഇത് അങ്ങനെ ഒബ്സർവ് ബന്ധുക്കൾക്കാണോ ഈ ഡൗട്ട് ഉള്ളത് വെയിറ്റിംഗ് മോർച്ചറിയില് അവരെ ജീവനോടുണ്ടോ എന്താണ്? എന്നുള്ളത്? ബന്ധുക്കൾക്കാണോ ഈ ഡൗട്ട് ഉണ്ടാവുന്നത് ഈ വെയിറ്റിംഗ് മോർച്ചറിയില്? അല്ലല്ല, ബന്ധുക്കൾ അതില്ലേടാ, ഇപ്പം അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നമ്മള് എല്ലാവർക്കും ഉണ്ടാവൂലേ, ഇപ്പൊ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഇവര് ജീവനോടെ കുഴിച്ചു മൂടോ എന്നുള്ളൊരു ഭയം അന്ന് ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അന്ന് അങ്ങനത്തെ ഒരു ഭയം റിമൂവ് ചെയ്യാൻ ബന്ധുക്കൾക്കാവട്ടെ അവരുടെ ആൾക്ക് ജീവനുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോ കോമയിലേക്കൊക്കെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോയി അന്ന് ആൾക്കാരെ വിചാരിച്ചിരുന്ന മരണം സംഭവിച്ചു എന്നാണ്. ഇന്നത്തെ അത്രയും ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ, അവർക്ക് ജീവൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ കോമയിലേക്കാണ് പോയെന്നൊന്നും ഒബ്സർവ് ചെയ്യാനുള്ള അത്രയും ടെക്നോളജി പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്ക് അറിഞ്ഞുകൂടെ ഒരുപാട് ആൾക്കാർ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോ അവർ ചിലപ്പോൾ ജീവനോടെ ആയിരിക്കാം, വലിയ അസുഖങ്ങളൊക്കെ ബാധിച്ച് ചിലപ്പോൾ ഒരു അൺകോൺഷ്യസ് ഒക്കെ ആയ സമയത്ത് ഇപ്പൊ വസൂരിയൊക്കെ പോലത്തെ അസുഖങ്ങള് മുമ്പ് നമ്മളുടെയൊക്കെ നാട്ടില് ഒരുപാട് നാൾക്ക് മുമ്പ് ഈ ഒരു അസുഖം വന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അസുഖം വന്ന് മരണപ്പെട്ട് കൺഫേം ഒന്നും ആക്കാനായിട്ട് ആരും നിൽക്കില്ല. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ വൈദ്യം പോലും ആ ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ അടുത്തേക്ക് ചെയ്യില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും, അവരെ ജീവനോടെയാണോ കുഴിച്ചു മൂടിയെന്ന് അല്ലെങ്കിൽ ജീവനോടെയാണോ ഈ പറഞ്ഞ ചടങ്ങുകളൊക്കെ ചെയ്തെന്നുള്ളൊരു പേടി ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് മോർച്ചറീസ് അന്ന് വർക്ക് ചെയ്തിരുന്നത്. നമ്മുടെ ഇവിടെയുള്ള കൂടുതലായിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെയാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി, പിന്നെന്താണ് ഫ്യൂണറൽ ഹോംസ്, പാലസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം, ആള് പൂർണ്ണമായിട്ടും മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരത്തേക്ക് ആണെങ്കിലും പോലും ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കും, വൺ ഡേ ആയിരിക്കും, ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിലേക്ക് ഈ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ മരണം സംഭവിച്ച ആളുടെ ഡെഡ് ബോഡി മാറ്റും. അത് ഒബ്സർവ് ചെയ്യും, അവിടെ അറ്റൻഡന്റ് അത് വാച്ച് ചെയ്യും. എന്തെങ്കിലും സൈൻ ഉണ്ടോ, സൈൻ ഓഫ് ലൈഫ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിൽ ഒരു പ്രത്യേക സ്മെല്ല് വരും. അപ്പൊ അത് വെച്ചിട്ട് ആള് പൂർണ്ണമായിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അത് ഒബ്സർവ് ചെയ്യും. അത്രേ ഉള്ളൂ ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ മോർച്ചറിയും ഹോസ്പിറ്റൽ മോർച്ചറി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ സാലറീഡ് പേഴ്സൺസിന് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ ഒരു ഇൻചാർജ് അല്ലെങ്കിൽ ഒരു ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അദ്ദേഹത്തിന് പറയുന്ന പേര് മോർട്ടീഷ്യൻ എന്നാണ് പറയുന്നത്. മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് തന്നെ ഒരു സർവീസ് ഏരിയയാണ്. ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൺ കൈൻഡ് ഓഫ് സർവീസ് ആണ് ഏത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. നമ്മൾ ഓട്ടോപ്സി സൈറ്റ് ഒക്കെ ആയിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ല, ഞാൻ പ്രൈവറ്റ് മോർച്ചറി എടുക്കാലോ? ഓക്കെ, ഇനിയാണ് പ്രൈവറ്റ് മോർച്ചറി. നമ്മൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ വ്യക്തികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർച്ചറി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മോൻ സുഹൈന, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോൻ? നമ്മളെ ടെമ്പറേച്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ അത് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ?
നോക്കാം കേട്ടാ. പോർഷൻ വായിച്ചു നോക്കിയാൽ മതി. മോർച്ചറിയില് നിൽക്കുന്നവർ വിളിക്കുന്നത് അവരുടെ പേര്? എന്താണ്? മോർച്ചറിയിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ ഒരു പേര് പറഞ്ഞില്ലേ? മനസ്സിലായില്ല, ഓർക്കി പറയോടാ. ഇത് ഇവിടുത്തെ സൗണ്ട് കുറവാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് എന്നോട് സൗണ്ട് ഒന്ന് കൂട്ടിയാർക്കെ. പറഞ്ഞോനി. മോർച്ചറിയിൽ സർവീസ് ചെയ്യുന്നവർക്ക് ഒരു പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, അത് മാർക്ക് ചെയ്തിട്ടേക്കും. മാർക്ക് ചെയ്തോട്ടെ നിങ്ങള്. മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻസ്, അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്ക്. ഞാൻ ബോൾഡ് ആക്കിയേക്കാം. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്തേക്ക്. ഇനി പറയാൻ പോകുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി കേട്ടാ. എന്താണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്? A private mortuary is a private structure to receive the remains waiting for funerals and cremations. നമ്മൾ ശവസംസ്കാരത്തിന് മുമ്പായിട്ടും അല്ലെങ്കിൽ അവർ അടക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളുടെ മോർച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇറ്റ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇവിടെ വീട്ടുകളിൽ മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തികളൊക്കെയാണ് സാധാരണയായിട്ട് പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യാറ്? പാർപ്പിക്കാറ് അല്ലെങ്കിൽ മാറ്റാറ്. ആ ഡെഡ് ബോഡീസ് ആണ് എങ്ങനെ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാറ്. കാരണം ഹോസ്പിറ്റലിലാണ് മരണം സംഭവിച്ചതെങ്കിൽ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഡോക്ടറിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പ്രൈവറ്റ് മോർച്ചറിയിലേക്കാണ് മെയിൻ ആയിട്ട് അവർ എന്ത് ചെയ്യാറ്? പ്രിഫർ ചെയ്യാറ്. Unlike a hospital mortuary, private mortuary may not receive the bodies of individuals who died of certain infection disease. എന്തെങ്കിലും പകർച്ചവ്യാധി ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് മരണപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ഡെഡ് ബോഡീസ് സാധാരണയായിട്ട് പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യില്ല? റിസീവ് ചെയ്യാറില്ല. അത് ഹോസ്പിറ്റൽ മോർച്ചറിലാണ് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ട് മരണം സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാൻ സ്വീകരിക്കാറ്. നമ്മളിപ്പോ കൊറോണ ഒക്കെ വന്ന് മരണപ്പെട്ട സമയത്ത് ഒരുപാട് ഡെഡ് ബോഡീസ് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റൽ മോർച്ചറിയിലായിരുന്നു സ്വീകരിച്ചിരുന്നത്. പ്രൈവറ്റ് മോർച്ചറിയിൽ അങ്ങനത്തെ ഇൻഫെക്ഷൻ വന്ന് മരണം സംഭവിച്ചവർക്ക് ഡെഡ് ബോഡീസ് ഒന്നും എന്ത് ചെയ്യില്ല, അവര് റിസീവ് ചെയ്യില്ല. ഓൾ പ്രൈവറ്റ് മോർച്ചറി ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. സാധാരണയായിട്ട് പ്രൈവറ്റ് മോർച്ചറി ഒക്കെ ശവസംസ്കാരം ചെയ്യുന്ന ആ ഒരു ഇതായിട്ട് അതിന്റെ ഒരു പാർട്ടായിട്ടാണ് റൺ ചെയ്യാറ്. പ്രൈവറ്റ് മോർച്ചറി ആർ ദ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. നമ്മൾ എന്താ പറയണത്? ഈ മരണം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശവസംസ്കാരം ചെയ്യുന്ന ആ ഒരു പ്ലേസിന്റെ ഭാഗമായിട്ടായിരിക്കും സാധാരണയായിട്ട് പ്രൈവറ്റ് മോർച്ചറീസ് എന്ത് ചെയ്യാറ്? പ്രവർത്തിക്കാറ്. ഇനി ദേ കംസ് അണ്ടർ ദ കാറ്റഗറി ഐദർ ഓഫ് ഫ്യൂണറൽ ഹോംസ് ഓർ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്. നമ്മള് ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ല. പുറം നാടുകളിലൊക്കെ നമ്മള് മരണപ്പെട്ട ആളാണെങ്കിൽ ആൾ നല്ല രീതിയിൽ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് നല്ല രീതിയിൽ അവരെ പ്രസന്റ് ചെയ്യും. ആ ഒരു സമയത്തേക്ക് അവരെ ആ ഒരു എന്താ പറയാ പൊതുദർശനത്തിനൊക്കെ വെക്കുമ്പോൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ഇത് ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. വ്യക്തിയെ നല്ല രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അതേപോലെ പ്രോപ്പർ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മളൊരു കുറച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഈ ഫ്യൂണറൽ പാർലറൊക്കെ അവിടെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടില് അത്രയും പോപ്പുലർ അല്ല. 3 ടൈപ്പ് മോർച്ചറീസ് ആണ് നമ്മൾ. ഈ പ്രൈവറ്റ് മോർച്ചറി വരുന്നത് അപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള മോർച്ചറി ആണോ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? മോർച്ചറി അല്ലേ ഇത്? സ്വകാര്യ ഇപ്പൊ നമ്മുടെ ഈ ശവസംസ്കാരം ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന മോർച്ചറീസ് ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു ചാർജ് വാങ്ങിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. ഇത്രയും നേരത്തേക്ക് ഇങ്ങനെ ബോഡി ഇവിടെ സൂക്ഷിക്കുന്നതിന് ഇത്രയും ഫണ്ട് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചാർജ് കുറച്ച് എക്സ്ട്രാ ഹോസ്പിറ്റൽ മോർച്ചറിനേക്കാളും കൂടുതൽ പൈസ അവരെന്ത് ചെയ്യാറുണ്ട്? ഈടാക്കാറുണ്ട്. അങ്ങനത്തെ മോർച്ചറീസിനെയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അത്യാവശ്യം ഫണറൽ ഹോം എന്ന് പറയുന്നത് മരണ വീടാണോ? എന്താണ്?
ഈ ഫണറൽ ഹോം എന്ന് പറയുന്നില്ലേ, അത് മരണവീട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, സംസ്കാരം ചെയ്യുന്ന പ്ലേസ് ഉണ്ടല്ലോ, ചിലപ്പോ അത് ചിലവരെന്ന് വെച്ചാൽ അത് ഡിസ്പോസ് കത്തിന് എന്താ ചെയ്യാം, നമ്മള് ചിലവര് ബേൺ ചെയ്താണ് കളയുന്നത്, അങ്ങനത്തെ മൊബൈൽ മോർച്ചറി പോലെ. അതെ. ചില കാലത്തിലുള്ള ആൾക്കാര് നമ്മൾ മരണം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ ഈ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ പാർലറിലൊക്കെ കൊണ്ടുപോയി അത് നല്ല രീതിയിൽ കറക്റ്റ് അവർ എങ്ങനെയായിരുന്നോ ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചെയ്തിരുന്നത് അതേപോലെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തു നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യിച്ച് എന്നിട്ടായിരിക്കും അവർക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നത്, പൊതുദർശനത്തിനൊക്കെ വെക്കുന്നത്. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എന്താ പറയാ ചടങ്ങുകളൊക്കെ ചെയ്യാം. ആ ഒരു രീതിയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലധികം കണ്ടുവരുന്നില്ല. നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ഈ ഫ്യൂണറൽ പാർലറൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിട്ട് അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ട്. ഈ പൊതു ശ്മശാനം ആയിരിക്കുമോ പ്രൈവറ്റ് മോർച്ചറി എന്ന് ഉദ്ദേശിക്കുന്ന പൊതു ശ്മശാനം? പബ്ലിക് അല്ലേ, ശ്മശാനം എന്നുള്ള മീനിങ്ങും കൂടെ അല്ലടാ, ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയിരിക്കും ഇത്. നമ്മളവിടെ ഒരു ആളെ ഇപ്പൊ ബാൻ ചെയ്യണമെങ്കിൽ പോലും പൊതു ശ്മശാനത്തിൽ നമ്മൾ പൈസ കൊടുക്കണമല്ലോ, ഇല്ലേ? സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നാടുകളിലും ഉണ്ട് പൊതു ശ്മശാനം എന്ന് പറയുന്നത്, നമ്മുടെ നാടുകളിലും ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പാർലറാണ് ഉദ്ദേശിച്ചത്. നമ്മള് ശവസംസ്കാരം ചെയ്യുന്ന പാർലർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില്ല. ഉദ്ദേശിച്ചത് എന്നുവെച്ചാൽ അവര് കറക്റ്റ് ആയിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തു. ഞാൻ കണ്ടത് ഇംഗ്ലീഷ് ഫിലിംസിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. കറക്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള നമ്മള് സാധാരണയായിട്ട് ആൾക്കാർ വരുമ്പോ കാണാൻ വേണ്ടി വയ്ക്കാറുണ്ടല്ലോ, അതേപോലെയൊക്കെ അതിക്ക് മുമ്പായിട്ട് അവര് എന്ത് ചെയ്യും, ഇങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്യിച്ച് പ്രോപ്പറായിട്ട് അവരെന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും നല്ലൊരു രീതിയിൽ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഫ്യൂണറൽ ഹോംസ് കുറെ ഫിലിം. ഓക്കെ മാം, അപ്പോ ഈ പ്രൈവറ്റ് മോർച്ചറി ഹോസ്പിറ്റൽ അതിന്റെ ഒക്കെ ടെമ്പറേച്ചർ അപ്പോ പോസിറ്റീവ് ടെമ്പറേച്ചർ ആയിരിക്കും? അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കും. 2 രീതിയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം കുറെ നാളത്തേക്ക് നമുക്ക് അത് സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ, കുറച്ച് നാളത്തേക്ക് മതിയെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ അത് കമ്പയർ ചെയ്യോടാ. നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. പെട്ടെന്ന് അടക്കം ചെയ്യേണ്ട ബോഡീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പോസിറ്റീവ് ടെമ്പറേച്ചറിലായിരിക്കും ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പ്രൈവറ്റ് മോർച്ചർ എന്തായാലും എടുക്കില്ലല്ലോ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാത്ത ബോഡീസ് ഒക്കെ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്കായിരിക്കും മാറ്റുന്നത്. അങ്ങനത്തെ ആണെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ രണ്ട് ടെമ്പറേച്ചർ നമുക്ക് വേണമെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആ മെഷീൻ വെച്ചിട്ടല്ലേ നമ്മൾ അത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് കുഴപ്പമുണ്ടാവില്ല. എന്താണ്? ഓക്കെ, റസിയ പറയണ ക്രിമിനേഷന്റെ മീനിങ് എന്താ വരുന്നത്? ഏതാണ്? ഫസ്റ്റ് പോയിന്റിൽ ഒരു വേർഡില് സംസ്കാരം അല്ലെങ്കിൽ അടക്കം ചെയ്യുക എന്നുള്ള മീനിങ് ആവാൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഉണ്ടായിരുന്നല്ലോ. ശവസംസ്കാരം തന്നെയായിട്ട് വന്നത്, അടക്കം ചെയ്യുക, ശവസംസ്കാരം കേട്ടോ. രണ്ടും സെയിം മീനിങ്, വേർഡുകൾ ഡിഫറെന്റ് ആണെങ്കിലും സെയിം ആണ്. അടക്കം ശവസംസ്കാരം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം. കുറച്ച് റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ്. പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇൻഫെക്ഷണൽ ആയിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല അസുഖം വന്നിട്ടുള്ള മരണങ്ങളാണെങ്കിൽ നമുക്കത് ഇൻഫെക്ഷൻ ആ ബോഡി ത്രൂ നമുക്കത് എന്ത് ചെയ്യാൻ, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് മുമ്പ് കൊറോണയൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ നിപ്പയൊക്കെ വന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടായിരുന്നു ഇവരുടെയൊക്കെ ബോഡി എന്ത് ചെയ്തിരുന്നത്, മറവ് ചെയ്തിരുന്നത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബേൺ ചെയ്തിരുന്നത്. ഈ അസുഖം വന്ന് ബാധിച്ച് മരണം സംഭവിക്കുന്നവരാണെങ്കിൽ ഫുള്ളായിട്ട് ബേൺ ചെയ്ത് കളയായിരുന്നു. കാരണം മറ്റാർക്കും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറിയുടെ അകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വേണ്ടത് മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ അപ്ഡേറ്റ് പ്രിസൈസ്ലി, കറക്റ്റ് ആയിട്ട്
കൃത്യമായിട്ട് നമ്മുടെ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഇന്ന പേഷ്യൻസ് ഇന്ന ഡെഡ് ബോഡീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ഇന്ന നമ്പറിലാണ് ഇന്ന ഒരു ആളുടെ ഇന്ന ആള് ഇന്ന ഒരു നമ്പറിലുള്ള മോർച്ചറി ഷെല്ലാണ് ഉള്ളത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ഒരു രജിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻ. നമ്മുടെ മോർച്ചറിയുടെ അകത്ത് നെസസറി ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, അത് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കുകയും വേണം എത്രയാണ് ടെമ്പറേച്ചർ, അതേപോലെ സസ്റ്റെയിൻ ചെയ്യണം, നിലനിർത്തുകയും വേണം. ദെൻ പറയുന്നത് ക്ലീൻനെസ് ആൻഡ് തിക്നെസ് എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ടും അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടും ആയിരിക്കണം മോർച്ചറി എന്ത് ചെയ്യേണ്ടത്, സസ്റ്റെയിൻ ചെയ്യേണ്ടത്. കാരണം ഈ ഓട്ടോപ്സി ഒക്കെ ചെയ്യുന്നതാണ്, അപ്പൊ അവിടെ ഒരുപാട് എന്താ പറയാ ഈ ഫ്ലൂയിഡും അത് ഒരുപാട് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മോർച്ചറി ഒരു മോർച്ചറിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം നമുക്ക് മോർച്ചറിന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു മനസ്സിനൊരു ഇതായിരിക്കുമല്ലോ, മോർച്ചറിയോ എന്ന് പറയുമ്പോൾ ഒരു ബാഡ് ഇമേജ് ആണ് വരുന്നത്. അങ്ങനത്തെ ഒരു ഇമേജ് അവിടെ കൊണ്ടുവരാൻ പാടില്ല. അതേപോലെ ഒരു ഇൻഫെക്ഷനും അവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. നമ്മള് മോർച്ചറിയിൽ നല്ല രീതിയിൽ സെക്യൂരിറ്റി കൊടുക്കണം. നമ്മളിപ്പം മിക്ക എന്താ പറയാ സിനിമയിലായിരിക്കട്ടെ, നമ്മള് എന്തിലാണ് മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡി നഷ്ടപ്പെട്ടു പോയി അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു എന്ത് കൊടുക്കരുത്, അങ്ങനത്തെ ഒരു അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. നല്ല സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. മോർച്ചറിയിലുള്ള ഡെഡ് ബോഡീസിനാവട്ടെ അവർക്ക് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ദ ടൈം. ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് മോർച്ചറി എന്ന് പറയുന്നത്. കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് മരണം സംഭവിച്ചിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവിടെ ഉള്ള ബാക്കി ചിലപ്പോ അത് അവിടുത്തെ നോക്കുന്ന ഏജന്റിനായിരിക്കും ആ ഒരു അസുഖം വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ അവിടുത്തെ അജൻഡാസ് ഉദ്ദേശിക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ആ പ്രൊസീജിയേഴ്സ് നമ്മൾ സ്ട്രിക്ട്ലി എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം അറ്റ് ഓൾ ടൈം. എപ്പോഴും അത് ഫോളോ ചെയ്തിരിക്കണം. കറക്റ്റ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്ത് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രിക്ട്ലി പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ, മാനദണ്ഡങ്ങളും അതേപോലെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനി നെക്സ്റ്റ് ആണ് ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്താണ്? പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിനാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയണത്, ഓട്ടോപ്സി എന്ന് പറയുന്നത്. നമ്മളിപ്പോ മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തി എന്ത് കാരണം കൊണ്ടാണ് മരണം സംഭവിച്ചത്, എപ്പോഴാണ് മരണം സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓട്ടോപ്സി ചെയ്തിട്ട് കണ്ടെത്താറുണ്ട്. മെയിൻ ആയിട്ട് മെഡിക്കൽ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ മെയിൻ ആയിട്ട് ഓട്ടോപ്സി ചെയ്യണം. അസ്വാഭാവിക മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ആക്സിഡന്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓട്ടോപ്സി ചെയ്യേണ്ടി വരും. പിന്നെ ഏതാണ്, സൂയിസൈഡ് കേസുകളിലൊക്കെ നമ്മൾ ഓട്ടോപ്സി ചെയ്യണം, കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് ദ ക്രോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രോപ്സ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡീസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെഡ് ബോഡി എന്നാണ് കേട്ടോ. അതൊന്ന് ഡെഡ് ബോഡിനെ എഴുതിക്കോ. അപ്പൊ അതിനെക്കുറിച്ച് ഡെഡ് ബോഡിനെ കുറിച്ച് വ്യക്തമായിട്ട് അത് പഠിക്കുകയാണ്. ഇറ്റ് ക്യാരിഡ് ഔട്ട് ഫോർ ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കൽ ലീഗൽ പർപ്പസ്. ക്ലിനിക്കൽ പർപ്പസ് ആവട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓട്ടോപ്സി ചെയ്യാറുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ലൂസ്ലി ടേംഡ് ആസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. എന്താണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി? It carried out to the diagnosis the disease which has led to mortality when anti-mortem effort have been failed. നമ്മൾ മരണം സംഭവിക്കുന്നതിന് മുമ്പ് മരണ കാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ട് പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഏത് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം മരണം സംഭവിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓട്ടോപ്സി ചെയ്ത് കണ്ടെത്താറുണ്ട്.
എന്നാണ് മരണം സംഭവിക്കാനുണ്ടായ കാരണം എന്നുള്ളത് കണ്ടെത്താറുണ്ട്. മരണത്തിലേക്ക് നയിച്ച രോഗം നിർണ്ണയിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. നമ്മളത് ആൾക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സീസ് സാധാരണ ചെയ്യാറ്. ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം തന്നെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത് കേട്ടോ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി ആണ് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. മരണം സംഭവിക്കാനുണ്ടായ കാരണം എന്താണ്, എന്ത് അസുഖം കൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. വെൻ ആന്റിമോർട്ടം അറ്റംപ്റ്റ്സ് ഹാവ് ബീൻ ഫെയിൽഡ്. നമുക്ക് നേരത്തെ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അസുഖമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് എന്താണ് അസുഖം എന്ന് കണ്ടെത്താനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി ഓർ പാത്തോളജിക്കൽ ഓട്ടോപ്സി നടത്താറുണ്ട്. ദ സ്റ്റഡി ഓഫ് pathology of disease which has lead to the death. എന്ത് കാരണം, എന്ത് രോഗ കാരണം കൊണ്ടാണ്, എന്ത് അസുഖം കൊണ്ടാണ് അദ്ദേഹം മരണം സംഭവിച്ചത്. ഈവൻ when the diagnosis has been established prior to death. നമുക്ക് മുൻകൂട്ടി അല്ലെങ്കിൽ ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് നമുക്കത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓട്ടോപ്സി എന്താന്ന് പറഞ്ഞു, ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു, ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് പറഞ്ഞു. ഇത്രയുമാണ് പറഞ്ഞത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ആദ്യം എന്താ പറഞ്ഞ മെയിൻറ്റെയിൻസ് ദ മോർച്ചറി എൻവയോൺമെന്റും ഈ ഓട്ടോപ്സി എന്താണെന്നും ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്നും അതിന്റെ പർപ്പസ്, അത് ഈ രണ്ടാമത്തെ പോയിന്റ് വരെ ഉള്ളൂ കേട്ടോ. ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ഇവിടെ മുതല് ഡെത്ത് വരെ ഉള്ളൂ. നെക്സ്റ്റ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ആണ്, സെപ്പറേറ്റ് ആണ്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓട്ടോപ്സി ആണ്. ഒന്ന് വായിച്ചു നോക്കിയത്. എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. ആന്റിമോർട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിന് മുമ്പ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. എന്താണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്? എന്തെല്ലാമാണ് മെഡിക്കോ ലീഗൽ കേസുകൾ? നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. ഏതൊക്കെയാണ് മെഡിക്കൽ ലീഗൽ കേസസ് എങ്കിലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക്? സൂയിസൈഡ്, ഹോമിസൈഡ്, നരഹത്യ, ആത്മഹത്യാ ശ്രമം, പിന്നെ നമ്മളാണോ അത് ഡിസ്കസ് ചെയ്തത്? മർഡർ, അങ്ങനെയാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. ആക്സിഡൻസ്. ഓക്കെ, ഇതെല്ലാവരും മെഡിക്കൽ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആണ്. നമ്മുടെ മെഡിക്കൽ ഫീൽഡും അതേപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള കുറച്ച് കേസാണ് ഇത് മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുന്നത്. ഇതിൽ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി is executed with the aim of providing the answer to the questions about the identity. ചില കേസുകളിൽ നമുക്ക് ആ ഒരു മരണപ്പെട്ട ആളുടെ ഐഡന്റിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ പറ്റില്ല. ചെറിയ കേസുകൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്താണ്, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഡെഡ് ബോഡീസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അപ്പൊ ആരാണെന്ന് കണ്ടെത്തണം. അതിന് പിന്നെ കോസസ് ഓഫ് ഡെത്ത്, മരണ കാരണം എന്താണെന്നുള്ളതിന്, ടൈം ഓഫ് ഡെത്ത്, എപ്പോഴാണ് മരണം സംഭവിച്ചതെന്നുള്ളതിന്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത് എക്സെട്ര. ഇങ്ങനത്തെ കേസുകൾ നമ്മൾ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യാറുണ്ട്. ഈസ് ബെനിഫിറ്റിംഗ് ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് ടു സെറ്റിൽ ദ ക്രൈം. നമുക്ക് ഈ ക്രൈം സെറ്റിൽ ചെയ്യാനായിട്ട്, കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സികൾ ചെയ്യാറ്. അതൊരു ഒരു സ്റ്റേജ് വരെയും നമ്മൾ ഈ കേസുകൾ സോൾവ് ചെയ്യാനായിട്ട്
നമ്മുടെ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്തതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സികൾ ചെയ്യുന്നതെന്നാണ് ഇനി നോക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് കോസസ് ആൻഡ് ദ മാനർ ഓഫ് ദ ഡെത്ത്. എന്താണ് മരണത്തിന് കൃത്യമായ കാരണവും മാനർ എന്ന് പറയുന്ന രീതിയും, ഏത് രീതിയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. ടു എസ്റ്റാബ്ലിഷ് ദ ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. മരണം സംഭവിച്ച ആളുടെ ഐഡന്റിറ്റി, മരിച്ച ആളുടെ വ്യക്തിത്വം സ്ഥാപിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി ചിലപ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നായിരിക്കും, അത് ഐഡന്റിറ്റി കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഫൈൻഡ് ഔട്ട് ദ ടൈം സിൻസ് ദ ഡെത്ത്. മരണം സംഭവിച്ച സമയം, ഹാർട്ട് എപ്പോഴാണോ നിലച്ചത് ആ സമയം നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടു കളക്ട് ദ ട്രാക്ക് എവിഡൻസ്. കറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. നമുക്ക് ഈ ക്രൈം സീൻ വീണ്ടും ഒന്ന് എന്ത് ചെയ്യാനായിട്ട് പുനരാവിഷ്കരണം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓട്ടോപ്സി റിപ്പോർട്ടുകൾ ഹെൽപ്പ് ചെയ്യും. നോക്കാം, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ എന്താ പറയാ, ഈ MI എന്ന് കൊടുത്ത് MI എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ML എന്നാണ് പറയണേ കേട്ടോ. ഇവിടെ ഇത് L ആക്കാം നിങ്ങൾ കേട്ടോ, ML. ഞാൻ അത്ര ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല, നിങ്ങൾ ഒന്ന് ML എന്നാക്കാം കേട്ടോ. ഒന്ന് കറക്റ്റ് ആക്കാൻ പറ്റുമോ നോക്കിയേ എല്ലാവരും, ഒന്ന് കറക്റ്റ് ആക്കാൻ പറ്റുമോ നോക്കട്ടോ. ML എന്നാണ് കേട്ടോ. ഒന്ന് MI എന്നാണ് എല്ലാവരിലും കിടക്കണേന്ന് എനിക്ക് തോന്നുന്നത്, ML എന്നാക്കാം. മെഡിക്കൽ ലീഗൽ എന്നുള്ള മീനിങ് ആണ് ML ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ. ഇത്രയും കേസുകളാണ് നമ്മൾ സാധാരണയായിട്ട് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി യൂസ് ചെയ്യാറ്. ഈവൻ ത്രൂ ദ പ്രൊസീജിയർ ഓഫ് ബോത്ത് ഓട്ടോപ്സി ഈ സെയിം. രണ്ട് ഓട്ടോപ്സിയുടെയും പ്രൊസീജിയേഴ്സ്, ഇപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ആവട്ടെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ പ്രൊസീജിയേഴ്സ് ഏകദേശം സെയിം ആണ്. ദേ ആർ ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്സ്. സാധാരണയായിട്ട് ഡിസിമിലർ ആയിട്ടുള്ളത്, വ്യത്യാസമുള്ളത് രണ്ട് കാര്യങ്ങളിലാണ്. ഏതാണ് നോക്കുക. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ പെർഫോം ചെയ്യുന്നത്? പെർഫോംഡ് ബൈ ദ പാത്തോളജിസ്റ്റ്. നമ്മൾ ഈ അസുഖങ്ങളെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഡിസീസ്. നമ്മൾ പാത്തോളജി അല്ലെങ്കിൽ പാത്തോളജിസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അസുഖ കാരണം എന്താണെന്ന് കണ്ടെത്തുന്ന ആ വ്യക്തിയെയാണ്, ആ ഒരു സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഡോക്ടറെയാണ് പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുകളാണ്. അവിടെ ഇതിന് ഡിഫറൻസ് ഉണ്ട്. ഫോറൻസിക് എക്സ്പേർട്ടുകളായിരിക്കും നമുക്ക് ഈ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ട് അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും എന്ത് ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമായിരിക്കും മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ആരെ പെർഫോം ചെയ്യുന്നത്? പാത്തോളജിസ്റ്റുകളായിരിക്കും. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ആരായിരിക്കും? ഫോറൻസിക് എക്സ്പേർട്ടുകളായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് നമ്മളുടെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി മുതൽ നമ്മളുടെ ഈ ഡിഫറൻസ് വരെയും ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. വായിച്ചു നോക്കിയ എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണല്ലോ. നമ്മൾ എടുത്തതിൽ എനിക്ക് തോന്നുന്നത് 5th പോയിന്റോ റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻസ്. നമുക്ക് ക്രൈം സീൻസ് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഓട്ടോപ്സി അല്ല മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ചില കേസുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ക്രൈം സീനുകൾ എന്ത് ചെയ്യാണ്ട് റീഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CBI ഡയറി കുറിപ്പ് എന്നാവും അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ. അപ്പൊ അതിന് മോളിലൊക്കെ ഡമ്മിയൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാറില്ല. അതേപോലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒരു വീണ്ടും അതൊന്നും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടി അത് റീഓർഗനൈസ് ചെയ്യുന്നു, റീക്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അത്രയുള്ളൂ മീനിങ്. വീണ്ടും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നു, ഇങ്ങനെയൊക്കെ ആവാം പോസിബിലിറ്റീസ് ഓഫ് ഡെത്ത് എന്ന് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ നമ്മൾ എടുത്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത് മോർച്ചറി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് മുതലൊന്ന് നോക്കാം. മോർച്ചറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇന്നോവേറ്റബിൾ പാർട്ടാണ് എന്ത് മോർച്ചറി എന്ന് പറഞ്ഞത്. നമ്മളുടെ ഡെഡ് ബോഡീസ് ക്ലിനിക്കൽ ഫോറൻസിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാത്തോളജിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടോ ഇതിന് വേണ്ടിയിട്ടാവട്ടെ ആ ഒരു ഡെഡ് ബോഡീസ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ മോർച്ചറി എന്ന് പറയുന്നത്. മോർക്ക് എന്ന് പറയുന്ന വേർഡും കൂടി യൂസ് ചെയ്യാറുണ്ട്. മോർച്ചറി ഉള്ള ഒരു മീനിങ് തന്നെയാണ് ഇതിന് വരുന്നത്. എന്തൊക്കെയാണ് അതിന്റെ മീൻസ് എന്ന് നമ്മൾ പറഞ്ഞു പോയി, എന്തെല്ലാം കാരണം കൊണ്ടാണ് നമുക്ക് മോർച്ചറി വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ഇനി ഒരു ഡിഫ്യൂഷ്യസ് സ്പേസിലായിരിക്കണം, അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കണം സാധാരണയായി മോർച്ചറികൾ എന്ത് ചെയ്യേണ്ടത്, മോർച്ചറി കെട്ടിടങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. ആർക്കൊക്കെയാണ് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേഗം എത്തിച്ചെല്ലാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ മോർച്ചറീസ് ഇത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. ഇനി മോർച്ചറിയിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ്, അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഡെഡ് ബോഡീസ് ആണ് നമ്മൾ മോർച്ചറിയിൽ പ്രിസർവ് ചെയ്യാറ്, നോൺ മെഡിക്കൽ ലീഗൽ കേസുകൾ, അതേപോലെ മെഡിക്കൽ ലീഗൽ കേസുകൾ പറഞ്ഞു. ഇനി നമ്മൾ പ്ലാനിങ് പാരാമീറ്റേഴ്സ് പറഞ്ഞപ്പോ മോർച്ചറി ഒരു പ്ലാൻ ചെയ്യുമ്പോൾ മോർച്ചറി കെട്ടിടം പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു. അതും എന്താണ് അധികം ആദ്യം ശ്രദ്ധ എത്തിച്ചെല്ലാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരിക്കണം. സ്പേസ് റിക്വയർമെന്റ് പറഞ്ഞത് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അനുസരിച്ചാണ് സ്പേസ് റിക്വയർമെന്റ് പറഞ്ഞത്. ഇനിയും പറയുന്ന കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് കമ്മിറ്റി പറയുന്ന റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ് സ്പേസ് പറയുന്നത്. അങ്ങനെ ഇത്രയാണോ ബെഡ് ഉള്ളത് ആ ഒരു രീതിയിൽ ആയിരിക്കണം മോർച്ചറി പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു. നമ്മുടെ പാർക്കിംഗ് ഏരിയ കവേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കവർ ചെയ്യണം, കാരണം ഡെഡ് ബോഡീസ് നനഞ്ഞോ അതേപോലെ തന്നെ വെറ്റായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഡെഡ് ബോഡീസ് പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിൽ പാർക്കിംഗ് ഏരിയാസ് കവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കൊണ്ടുവരുന്ന ഏരിയ കവർ ചെയ്യണം. അടുത്ത് തന്നെ ആയിരിക്കണം റിസപ്ഷൻ. ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യാനും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് റിസപ്ഷൻ അടുത്ത് തന്നെ ആയിരിക്കണം, റീച്ചബിൾ ആയിരിക്കണം. ട്രോളി ബാഗ് അടുത്ത് തന്നെ ട്രോളി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റിംഗ് ഏരിയ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ചേംബർ പറഞ്ഞു. നമുക്ക് 2 ടൈപ്പ് സ്റ്റോറേജ് ചേംബേഴ്സ് ഉണ്ട്. കോൾഡ് ചേംബേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ 2 to 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ സൂക്ഷിക്കുന്നതിനാണ് പോസിറ്റീവ് ചേംബർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ ഡിക്ക് നിർത്തുന്നല്ല, ഡിക്ക് നമ്മൾ സ്ലോവർ ആക്കിയാണ്. ബോഡി ഡിക്ക് ചെയ്യുന്നതിന്റെ തോത് കുറയ്ക്കാനാണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അവിടെ ഫുൾ ആയിട്ട് ഫ്രീസ് ചെയ്യണം. ആ ബോഡിയിൽ പിന്നെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഫുൾ ഡിക്ക് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് -50 ഡിഗ്രി ടു -25 ഡിഗ്രി ആണ്. -25 എഡിറ്റ് ചെയ്തേക്ക് നമ്മുടെ പ്രിന്റിംഗ് ടെസ്റ്റിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, -25 എന്നാണ്. ഈ പോസ്റ്റ്മോർട്ടം റൂം നമ്മള് ഈ ഓട്ടോപ്സി ഒക്കെ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു റൂം വേണമെന്ന് പറഞ്ഞു. ഇനി ഓഫീസ് റൂം വേണമെന്ന് പറഞ്ഞു. റെക്കോർഡുകൾ അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ തിയറീസ് ഒക്കെ ഡോക്ടേഴ്സിന് ഇരുന്ന് എഴുതണമല്ലോ, അത് ഓഫീസ് റൂമിലാണ്. റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്ന റൂമാണ് ഓഫീസ് റൂം. ഡോക്ടേഴ്സിന്റെ ഉള്ള റൂമാണ് ഡോക്ടേഴ്സ് റൂം. സ്റ്റോർ റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്, ഇവിടെ അസിസ്റ്റൻസിനും ടെക്നീഷ്യനും വേണ്ടിയിട്ടുള്ള റൂമുണ്ട്. ചേഞ്ചിങ് റൂം ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞാൽ വെയിറ്റിംഗ് മോർച്ചറി, 3 ടൈപ്പ് മോർച്ചറിയുടെ കാര്യം പറഞ്ഞു. വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി,
ഞാൻ പറഞ്ഞാണ് പ്രൈവറ്റ് മോർച്ചറി. നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കണം മോർച്ചറിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു ഒക്യുപ്പൻസി രജിസ്റ്റർ അപ്ഡേറ്റഡ് ഒക്യുപ്പൻസി രജിസ്റ്റർ വേണം. അതേപോലെ നല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അവിടെ ആ ഒരു ഏരിയ ക്ലീനും നീറ്റുമായിട്ട് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ സെക്യൂർഡ് ആയിട്ട് വേണം ഈ ഹോസ്പിറ്റൽ സൂക്ഷിച്ചിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ കെയർ ചെയ്യാനും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ അവിടെ നിന്ന് ഒരു ഇൻഫെക്ഷൻസും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഓട്ടോപ്സിയുടെ കാര്യം പറഞ്ഞു. ഓട്ടോപ്സി 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി പറഞ്ഞു. എന്താണ് രണ്ടിന്റെയും പർപ്പസ് എന്ന് പറഞ്ഞു. ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാണ് ചെയ്യുന്നത്? ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യാറ്? പാത്തോളജിസ്റ്റുകളാണ്. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ആരാ ചെയ്യാറ്? ഫോറൻസിക് ആണ് ചെയ്യാറ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചാപ്റ്റർ 14 മെഡിക്കൽ ലീഗൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എടുക്കും. ഈ മെഡിക്കൽ ലീഗൽ പോണില്ല പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നമുക്ക് കുറെ വേസ്റ്റുകളെ കുറിച്ചും ഒരുപാട് ടൈപ്സിനെ കുറിച്ചും എന്തൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നും അതില് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, ma'am.